അപ്പോ നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ ഒരു നിർണായക അവസരം. അല്ല, ആ സദ്യയെ കണ്ടാൽ തന്നെ അറിയാം ആളൊരു ഭയങ്കരിയാണെന്ന്. അവരെങ്ങനെ ഓടിക്കാന്നാ വിചാരിക്കുന്നത്? എടേ, ഏത് കാര്യവും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ചാൽ ഭഗവാനായ ദൈവം ഒരു വഴി കാണിച്ചു തരും. തീർച്ച ആ ഭഗവാനെ സ്തുതിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രം മതി. ദാണ്ടെ ഇപ്പൊ അവരുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, അവര് മനുഷ്യരെ പേടിക്കൂല. അപ്പോ മനുഷ്യർക്ക് മുകളിലുള്ള ശക്തികൾ തന്നെ വേണം. എന്ന് വെച്ചാ പ്രേതം. പേടിച്ചാ? അതാണ് പെട്ടെന്ന് പേടിച്ചല്ലേ. എന്റെ ഒരുപാട് നമ്പറുകളുണ്ട്. കുമ്പളങ്ങ വെറ്റും പാക്കും മുട്ടയും കണ്ടാ അവര് പേടിക്കും. എന്തോ കൂടുവോത്രാണെന്ന് വിചാരിക്കും. എത്രയും പെട്ടെന്ന് സാധനം മാറി കെട്ടി സ്ഥലം വിട്ടോളും. ഇങ്ങനെയൊക്കെ ചില വിദ്യകളുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷേ ഞാനത് മറന്നു കിടക്കുമായിരുന്നു. ചേട്ടത്തിയുടെ കണ്ണീരിന്നത്തോടെ മാറാൻ പോവുകയാണ്. ഫലിക്കുമല്ലേ സൂണ? ഫലിക്കുവെന്ന് നാട്ടിൽ എത്ര പേരെ ഞാൻ ഇങ്ങനെ ഓടിച്ചിട്ടുള്ളതല്ലേ. അതിര് തർക്കത്തിനൊന്നും നമ്മുടെ ശിവൻ സാർ അങ്ങേര് കുമ്പളങ്ങ പ്രയോഗത്തിലല്ലേ ഓടിക്കളഞ്ഞു. ഇത് കണ്ട് അവള് ബോധം കെട്ട് വീഴോ? പിന്നെ എന്തൊക്കെയാ നടക്കാൻ പോകുന്ന ചേട്ടത്തി കണ്ടോ? ലതാകുമാരി. വീട് വീടാന്തരം കയറി ഇറങ്ങി പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ജോലിക്കാരി ലതാകുമാരി. പച്ചക്കറി മറന്നു വെച്ചിട്ട് പോയതായിരിക്കും. എന്റെ കുമ്പളങ്ങ ആരാ? ലതാകുമാരി. ലതാകുമാരിയോ? പേരാണോ? അയ്യോ, കണ്ടാൽ അത് പറയത്തില്ല കേട്ടോ. ഒരു ദാക്ഷായണി, കാർത്യായനി, ഭാനുമതി അതൊക്കെ ചേരും. എന്റെ ജീവിതമേ ചേർച്ചയില്ലാതെ ആയിപ്പോയി കുഞ്ഞെ. കുഞ്ഞിനെ പോലെ വളരെ മഹത്വമുള്ള ഒരാള് ഈ നാട്ടിൽ താമസിക്കാൻ വന്നു എന്നറിഞ്ഞ് ഒന്ന് കാണാൻ ഓടി വന്നതാ ഞാൻ ദക്ഷിണയായിട്ട്. ഇത് സ്വീകരിക്കണം. തൃപ്പടി ദാനമാണ്, തൃപ്പടി ദാനം. ഇത് കുമ്പളങ്ങയല്ലേ? ഈ നാട്ടിലെ പ്രത്യേകതയാണ്. ഏറ്റവും അറിവ് കൂടിയവർക്ക് കുമ്പളങ്ങ കൊടുക്കും. അപ്പോ ഒരുപാട് മഹത്വമുള്ളവർക്ക് നിങ്ങൾ കുമ്പളങ്ങ കൊടുക്കും. അങ്ങനെ എനിക്കും തരാൻ വന്നതാണല്ലേ? എനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. ഉണ്ട്. അതിനെന്താ? ലതാകുമാരി അമ്മ വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമല്ലോ. എന്താ ഇങ്ങനെ ഒരു മണി പരപരാന്ന് ആങ്സൈറ്റിയോടെ നോക്കുന്നത്? അയ്യോ, എന്താണെന്ന് അറിഞ്ഞില്ല. ഈ വീട്ടിനകത്ത് ചവിട്ടിയപ്പോ മുതല് മിനിമിനാന്നൊരു പ്രകാശം, ഒരു അനുഭൂതി. കയ്യൊക്കെ ആശ്രമത്തിലൊക്കെ ചെന്ന പോലെ. അങ്ങനെ വരട്ടെ, അതല്ലേ ഞാൻ നോക്കുന്നത്. എന്താ? പരന്ന നെറ്റി എന്ന് വെച്ചാ ദേവഗണം. ദേവസ്ത്രീയായി ജനിക്കേണ്ട ആളാ. അമ്മേ ഭഗവതി, ഗുരുവായൂരപ്പ, എന്നെ എത്തിക്കേണ്ടടുത്ത് എന്നെ എത്തിച്ചല്ലോ.
ഒരു മിനിറ്റ് ചേച്ചി. ആഹാ, അളവ് തുല്യമാണല്ലോ. ദേ. ഒരു പൊടിക്ക് കൂടുതലുണ്ട്. അയ്യോ, ദേവസ്ത്രീ തന്നെ കുഞ്ഞെ. ഈ വിശാല നെറ്റിയുള്ളവരുടെ പ്രധാന ഗുണം എന്താണെന്നറിയോ? എന്താ? സ്വന്തം വീട് നേടും, അയൽ വീട് നശിക്കും. അതല്ലേ മക്കളെ കഷ്ടം. അയ്യോ, സത്യമാണോ ചേച്ചി പറയുന്നേ? അയൽ വീട് നശിക്കോ? പിന്നെ അയ്യോ, ഞാനിപ്പോ സന്തോഷം കൊണ്ട് തലതല്ലി ചാവും. ഇല്ല, സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ ഇങ്ങനെയാ, ഉടനെ പോയി തലതല്ലും. ഓ, ഏതായാലും ചേച്ചി ഇരിക്കണം. ഒരു നല്ല കാര്യം പറഞ്ഞതല്ലേ. വരൂ, ഞാൻ പോയി ചായ ഇട്ടോണ്ട് വരാം. ഓ, എന്റെ ചേച്ചി. ഓ, ചേച്ചി അവിടെ. ഇത് ചേച്ചിയുടെ വീടാ. അവരവിടെ എന്തിനായിരിക്കും വന്നേ? ഇനി ഞാൻ വന്ന കാര്യം പറയാം. എന്റെ പേര് ലതാകുമാരി. സരസമ്മ എന്നാണ് വീട്ടുകാരിട്ട പേര്. ഞാനത് പേപ്പറിൽ കൊടുത്തങ്ങ് മാറ്റി. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ചായ വാങ്ങി കുടിക്കാറില്ല. പക്ഷേ ഇത് ദേവഗണത്തിലുള്ള വീടാ. അയ്യോ കുഞ്ഞെ, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല. പറയൂ ലതാകുമാരി അമ്മേ, ഇനിയും പറയൂ. ഞാൻ എത്ര വേണമെങ്കിലും കേട്ടിരിക്കാം. കുഞ്ഞെ, ഞാൻ വന്നതേ എനിക്കൊരു ജോലി വേണം, വീട്ടു ജോലി. പാർട്ട് ടൈം ആയിട്ട് ഞാൻ നിന്നോളാം. അയ്യോ, അല്ല, ഇവിടെ ജോലിക്ക് നിൽക്കണമെങ്കിൽ ചില യോഗ്യതകളൊക്കെ വേണം. ഓ ഉണ്ട്, എനിക്ക് യോഗ്യതയുണ്ട്. പ്രധാന യോഗ്യത എന്താണെന്നറിയോ? എന്താ? ന്യൂസ് പിടുത്തം. എന്താ? ഈ ചുറ്റുപാടും ഉള്ളവരുടെ ന്യൂസ് പിടിച്ച് ഞാൻ ഇവിടെ വന്ന് കുഞ്ഞിന് പറഞ്ഞു തരും. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ പത്രം വരുത്തുണ്ടെന്ന്. വേണം, എനിക്ക് ന്യൂസ് വേണം. പ്രധാനമായിട്ടും അവളുടെ ന്യൂസ്. ആരുടെ? നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആണോ എന്തോ പറയുന്നേ? അതിപ്പോ അവര് പറയാതെ തന്നെ സാധിക്കറിയത്തില്ല. അല്ല, ഇവിടുത്തെ രഹസ്യം അവിടെ അറിഞ്ഞ അവിടുത്തെ രഹസ്യം ലത വഴി ഇവിടെയും പിടിച്ചെടുക്കണം. correct. ന്യൂസ് മുഴുവൻ ഇവിടെ കിട്ടണം. സംശയം എന്താ? മുഴുവൻ ന്യൂസ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരും, ഇവിടെ മാത്രം. അതിനായിട്ട് ഞാൻ ചാരിയാവും. ചാരി. ആ, ആണുങ്ങള് ചാരന്മാർ, പെണ്ണുങ്ങള് ചാരികൾ. ഞാൻ എന്തെങ്കിലും സൂത്രത്തിൽ ആ വീട്ടിൽ കയറി ന്യൂസ് മൊത്തം പിടിക്കും. എന്നിട്ട് അതിനെ ഞാൻ ഇവിടെ കൊണ്ടു ചാരി തരും. ശരി, നാളെ മുതൽ ലതാകുമാരി ചേച്ചിയെ ഇവിടെ ജോലിക്ക് നിയമിച്ചിരിക്കുന്നു. എന്റെ ഹസ്ബൻഡ് വരുമ്പോ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ അനുവാദം വാങ്ങിച്ചോളാം. അപ്പൊ നാളെ രാവിലെ ഞാൻ ജോയിന്റ് ആവാം. ശരി, അപ്പൊ തന്നെ ദേവഗണം തന്നെ. ഓ ദേവി, ഓ ഗുരുവായൂരപ്പ, ദേവി മഹാമായേ, അമ്മേ നാരായണ. നേരത്തെ എത്തണേ. ഞാൻ പോവാ. ശരി ലതാകുമാരി അമ്മേ, പോയിട്ട് വരൂ. ശരി, പോയി വരൂ. നാരായണ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭക്തവത്സല, ലോകത്തെല്ലാവർക്കും നല്ലത് വരുത്തണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭക്തവത്സല, എല്ലാവരും രക്ഷിക്കണേ. ഹലോ ഹലോ, അകത്തോട്ട് വരുവോ? അകത്തോട്ട്. അയ്യോ, അയ്യേ, അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അയ്യേ, ഓടി വാ. അയ്യേ, എന്താന്ന് പിന്നെ നല്ല ഒരുമാതിരിയൊക്കെ വേണ്ടേ? എവിടെ? അവിടെ ഉണ്ട്, നാം വിളിച്ചത്. അവിടെ ഒരു കാര്യം സംസാരിക്കാൻ. വാ, വാ. ഞാൻ നല്ല ആള്. ചുമ്മാ പേടിപ്പിക്കുന്നു. വാ, പാവം ശുദ്ധൻ. ഇങ്ങോട്ട് വരാൻ. വാക്ക് പാലിക്കുന്നവരാ. അതിനിടയ്ക്ക് തന്നെ ന്യൂസ് പിടിക്കാൻ കേറി. കീപ് ഇറ്റ് അപ്പ് ലതാകുമാരി അമ്മ. എന്നെ കൊല്ലം കൊണ്ടുപോകണം. അല്ല, എന്നെ വിട്. നടക്കണം നടക്കണം നടക്കണം. സതി കണ്ടോ? ഞാൻ ഭയങ്കര ടെക്നിക്കിൽ കൂടെ അല്ലേ റാഞ്ചി എടുത്തത്. ഇതിനൊക്കെ ഞാൻ ഭയങ്കര എക്സ്പെർട്ട് അല്ലേ. ഓക്കെ, എന്താ എന്താ കാര്യം എന്താ? ഇനി പറയാം. എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ലളിത ചേച്ചി വിളിക്കാൻ പാടുള്ളൂ. ഇരിക്കവിടെ.
പിന്നെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. ആ, ചേച്ചി ചേച്ചി എന്തിനാ അപ്പുറത്തേക്ക് പോയേ? എവിടെ? അപ്പുറത്ത്. മുമ്പേ ഞാൻ ഇവിടെ കൊറേ ദിവസം കയറി ഇറങ്ങിയല്ലേ, പാർട്ട് ടൈമായിട്ട് ജോലിക്ക് നിർത്തുമെന്നറിയാൻ. അന്ന് എന്നെ വരട്ടി വിട്ട്. വരട്ടിയോ? ആര് വരട്ടി? എപ്പ വരട്ടി? അങ്ങനെ ഒരു സംഭവം എനിക്ക് ഓർമ്മയേ ഇല്ല. എനിക്കും. അതിന് നിങ്ങളോട് ഞാൻ ജോലി ചോദിച്ചാ? ചേച്ചി കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് നാളെ കുറിച്ച് സംസാരിക്കാം. അതിന് നാളെയാണ് അഖിലസാര മൂഴികൾ. കേട്ടിട്ടില്ലേ? പദ്യമാണ് പദ്യം. നാളെയാണ് അഖിലസാര മൂഴികൾ. പദ്യമാണ് പദ്യം. ഞാനേ ലളിത ചേച്ചി എവിടെയെങ്കിലും നിയമിച്ചു പാർട്ട് ടൈം ജോലിക്ക്. പക്ഷേ എനിക്കൊരു ദോഷമുണ്ട്. എന്താ? അപ്പുറത്തെ വീട്ടിലെ ന്യൂസ് ഞാനിവിടെ പറയും. എന്തോ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോ മുതൽ പിന്നെ പിന്നൊരു പ്രകാശം തന്നെ. അങ്ങനെ വരട്ടെ. ചെറിയ നെറ്റി. അപ്പൊ ദേവഗണം. അപ്പൊ ഈ നെറ്റിയാ? ഇത് അസുരന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഗണം ഉണ്ടെങ്കിൽ ആ ഗണം. ഇങ്ങോട്ട് മാറിക്കേ. അവിടുത്തെ ന്യൂസ് ഇവിടെ തരണം. ഇവിടുത്തെ കാര്യം ഒന്നും പുറത്തറിയരുത്. ലതാകുമാരുടെ ആത്മാർത്ഥ ചോദ്യം ചെയ്യരുത്. ഞാനേ മേനോൻ സാറിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. അവിടെ സാറിന്റെ മോൾ ഒളിച്ചോടിപ്പോയി. ഞാൻ ഒറ്റ മനുഷ്യരോടെയും പറഞ്ഞിട്ടില്ല. സലീം സാറും ഭാര്യയും കൂടി എന്നും വഴക്കാ. അത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ജോർജ് കുട്ടി സാറിന്റെ ഭാര്യ സാറിന്റെ അത് ഞാൻ ആരോടെങ്കിലും പുറത്ത് പറഞ്ഞിട്ടുണ്ടാ? ഈ ലതാകുമാരി ഉണ്ടല്ലോ, ഈ ചെവി കൂടെ കേക്കും, ഈ ചെവി കൂടെ പുറത്തോട്ട്. അപ്പൊ ചേച്ചി നാളെ മുതൽ ഇവിടെയും ജോലി ചെയ്യുന്നു. ചെറിയ നെറ്റ് തന്നെ. ദേവഗണം. എന്തൊരു മുഖശ്രീ, എന്തൊരു തലയെടുപ്പ്. ദേവി, അമ്മേ, മഹാമായേ, രക്ഷിക്കണേ. ചെറിയ നെറ്റ് ദേവഗണം തന്നെ. ഈയിടെയായിട്ട് അവർ സത്യം മാത്രമേ പറയൂ. എന്ത് നല്ല സ്ത്രീയല്ലേ. തീരെ കുഞ്ഞു നെറ്റിയാ. ഇത് രക്ഷിക്കണമെന്ന് പറയും. അസുരഗണം. ഒരു ജോലിക്കാരിയെ വെച്ച് ജയിക്കാൻ മാത്രമുള്ള ജോലി ഈ വീട്ടിലുണ്ടോ ലീലാവതി? എന്റെ കുഞ്ഞീഷ്ണ, നീ ഇത് കണ്ടോ? മാറിക്കേ. വീട്ടില് ഭാര്യമാര് ജോലി ചെയ്യുമ്പോ ഭർത്താക്കന്മാർ ഓരോ പഞ്ചാര വർത്താനം പറയും. അയ്യോ, നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? നമുക്ക് ജോലിക്ക് ഒരാളെ വെക്കാം. അയ്യോ, നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. ശരീരം മറന്ന് അധ്വാനിക്കണ്ട. അവസാനം ആളെ വെക്കുമ്പോ അതുമല്ല, ശ്രീലങ്കയിൽ നിന്ന് വിസ വന്നാ ഞാനങ്ങ് പോകും. ചെലപ്പോ ഞാനും കൂടെ പോവേ. വേണ്ട, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആണുങ്ങൾ അധ്വാനിക്കും, പെണ്ണുങ്ങൾ വീട്ടിലിരുന്ന് വെച്ച് വളർത്തിയാ മതിയെന്ന്. നിങ്ങൾ ഈ പേരിൽ വഴക്കൂടണ്ട. ലീലാവതി, എന്തോ? ജോലിക്കാരിക്ക് മാസം എത്ര ശമ്പളം? അയ്യോ, എന്റെ പൊന്നു നരേട്ടാ, സത്യം പറഞ്ഞ കാശ് ഇത്തിരി കൂടുന്നാ ഞാൻ കരുതിയത്. അയ്യോ, പക്ഷെ 1000 രൂപയുള്ളൂ. അത്രയുള്ളൂ. 1000 രൂപയോ? അതിത്തിരി കുറവല്ലേ? എനിക്കറിയായിരുന്നു. അയ്യോ, വളരെ കുറവാ നരേട്ടാ. എനിക്കറിയായിരുന്നു നരേട്ടന് സന്തോഷാവുന്നു. നല്ല നരേട്ടൻ. അയ്യോ, വന്നേ, സമയം ഒരുപാടായി. കുളിച്ചിട്ട് നമുക്ക് സാരമില്ല, നമുക്ക് ഒന്നുകൂടെ കുളിക്കാം. വാ, വേഗം വാ. കുളിക്കുന്നത് നല്ലതാ. അതെ, അളിയൻ കുളിച്ചിട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ആഹാരം എടുത്തു പോയി. ഓ ശരിയാട്ടോ, ഇവിടെ വന്നപ്പോ ഞങ്ങൾ ക്ഷീണിച്ചു പോയി. ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി. ആഹാരം എടുത്തു തരാം. അപ്പൊ അവിടെ വിശ്വനാഥന് അങ്ങേർക്ക് ജോലിയുള്ള ലക്ഷണമൊന്നും ഇല്ലെന്നാണോ ലതാകുമാരി ചേച്ചി പറയുന്നേ? എന്ന് ഞാൻ പറയില്ല. എനിക്ക് ഈ ന്യൂസ് പറയണ സ്വഭാവമേ ഇല്ല. ഈ ലതാകുമാരി നുണ പറയില്ല. ഞാന് അടുക്കളയിൽ പോയി ജോലി പിന്നെ പുള്ളിക്കാരൻ ഉണ്ടല്ല, വീട്ടിന് ചുറ്റിപ്പറ്റി നടക്കണ കാണാം. പിന്നെ ഓഫീസിന്റെ രീതികളൊന്നും അവിടെ കാണാനും കണ്ട. എന്തായി ഞാൻ പറഞ്ഞ? എന്തായി? മിണ്ടാപ്പൂച്ച കലവടയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോ ചേട്ടത്തി എന്താ പറഞ്ഞത്? അയാൾക്ക് ഭേദപ്പെട്ട ജോലി എന്തോ ഉണ്ടെന്ന്. സുഗുണേട്ടൊരു ഉൾക്കാഴ്ചേ. സതി, അവൾക്ക് ഈ പറയുന്ന പോലുള്ള കാശൊക്കെ ഉണ്ടോ? അത് ഞാൻ പറയാം. ഞാൻ അടുക്കളയിൽ ജോലി ഞാൻ ചെയ്തോളാം. ചേച്ചി പറന്ന് ചെയ്യോ? അത് തന്നെ, കഥ ഒരു ഒഴുക്കിന് കേക്കട്ടെ, എന്നാലും ഒരു രസമുള്ളൂ. പിന്നെ ഉള്ളത് പറയാൻ മൊത്തം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അതൊക്കെ പറയാൻ പറ്റുമോ? അയ്യോ, അടുക്കളയിൽ ജോലി അതൊക്കെ ഞാൻ ചെയ്തോളാം. ചേച്ചി കാര്യങ്ങൾ പറയും. ചേച്ചി അവിടെ ഇരിക്കേ.
സത്യം പറഞ്ഞ ലത ചേച്ചി നേരത്തെ ഇവിടെ നിയമിക്കേണ്ടതായിരുന്നു. ആ, ചേച്ചി ബാക്കി പറ കേക്കട്ടെ. എന്നെ എന്തായാലും നിയമിച്ചല്ലോ, എനിക്കത് മതി. അങ്ങോട്ട് നന്നായിട്ടേരി, ചെറുതായിട്ടേരി മക്കളെ, പുളിശ്ശേരിക്കല്ലേ? ആ, അതെ, അതെ. ഓ വലിയ തെറ്റ് തന്നെ. ദേവഗണമുള്ളവരുടെ നമുക്ക് എന്തും പറയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ പറയുന്നത്. പിന്നെന്താ, കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് ഒന്നും പുറത്തു പോകില്ലെന്ന് ഈ ചേച്ചിക്ക് ഉറപ്പുണ്ട്. ലതാകുമാരി ചേച്ചി എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ മറ്റൊരാളോട് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ സതി മരിച്ചു എന്നാ. അരിഞ്ഞു മോളെ, അരിഞ്ഞു. അതായത് പിന്നെ ഞാൻ കേട്ടത് പറയാം. അല്ല, കേട്ടത് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, അത് നുണയോ അല്ല. ഏയ് അങ്ങനല്ല, ഈ നുണ കേൾക്കും പോലെ വിരോധം എനിക്ക് വേറൊന്നുമില്ല. അപ്പൊ നമ്മള് രണ്ടുപേരുടെ മനസ്സ് ഒരുപോലെയാ. കുഞ്ഞേ, ഞാൻ കേട്ട കാര്യം പറയാം. പറഞ്ഞോ. ലീലാവതി കുഞ്ഞുണ്ടല്ലോ, കാറെടുക്കാൻ പ്ലാൻ ചെയ്യാ. ഭർത്താവ് ഒരുപാട് തടസ്സം പറഞ്ഞു നോക്കി. എന്റെ പൊന്നെ, അവരമ്പനും വില്ലിനും അടുക്കണില്ല. അവരങ്ങനെ ഉറച്ച് കല്ലുപോലെ അങ്ങോട്ട് നിൽക്കുക. പിന്നെ ആഫീസിൽ നിന്നുള്ള ലോൺ കിട്ടി. പോരാഞ്ഞിട്ട് മറിയ ചേട്ടത്തിയുടെ പലിശയ്ക്ക് കുറെ കാശ് കൊടുത്തു. ആ ആരാ? എന്താ? ആര്? ഞാനാ. സുഗുണൻ, സുഗുണൻ. എന്തോന്നാ പരപരാന്നൊരു നോട്ടം? അയ്യോ, ഞാൻ കാറ് കാറോ? നോക്കി. ഓ, കാറ് വല്ലതും വിൽക്കാനുണ്ടോ നോക്കിയത്. കാറ് വാങ്ങാനാണോ? ആ, എന്നാലും നേരത്തെ പറയണ്ടായോ? ഏത് മോഡലാ അത് വേണ്ടത്? നല്ല കണ്ടീഷൻ വണ്ടി ആയിരിക്കണം. മോഡൽ ഏതായാലും കുഴപ്പമില്ല. ദാ ഈ അഡ്രസ്സിലെ ആളിനെ ചെന്ന് കണ്ടാ ഇതാ ദാ. കാണാം കാണാം. ആ 200 രൂപ. 200 രൂപ എന്താണ്? കൺസൾട്ടിംഗ് ഫീസ് 200 രൂപ. കൊള്ളാം, നല്ല ഇടപാട് തന്നെ. തന്നിട്ട് പോയാ മതി. കൺസൾട്ടിംഗ് കാശ് തന്നിട്ട് പോയാ. കാറ് അടിപൊളി. എന്താടാ? വെറുതെ എവിടെയോ വച്ച് കണ്ട് നല്ല പരിചയം. ഇനി വന്നേ. ഞാനാ. ആ, എന്താ കാര്യം? നരേന്ദ്ര സാറിന്റെ അളിയനല്ലേ? ആ, ശ്രീലങ്കയിൽ നിന്ന് ഉടനെ വിസ വരും. നമ്മളാരാ? ഞാൻ രമേശൻ, ഓട്ടോ ഡ്രൈവർ. ഓ. നരേന്ദ്ര സാറിന്റെ മോള് എന്റെ ഓട്ടോയിലെ സ്കൂളിൽ പോകുന്നത്. ഞാന് ഒരു കാർ നോക്കി ഇറങ്ങിയതാ. ഒരു നല്ല കാർ വേണം. എനിക്കല്ല, ചേട്ടത്തിക്ക. ചേട്ടത്തിക്കാ? ആ, നരേന്ദ്രാളിയന്റെ ഭാര്യയ്ക്ക്. എന്റെ ശാരദയുടെ ചേട്ടനല്ലേ നരേന്ദ്രാളിയെ. ആ. എത്ര വരെ കൊടുക്കും കാറിന്? അല്ല, അത് ലോണും ഫൈനാൻസും ഒക്കെ ആയിട്ടാണ് കാർ എടുക്കുന്നത്. അപ്പൊ മാക്സിമം കുറഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് രണ്ടുപേർക്കും ചെറിയൊരു കമ്മീഷനും അടിക്കണം. ബെസ്റ്റ് അളിയൻ തന്നെ. അളിയൻ വേറെ, ബിസിനസ് വേറെ. എന്റെ പോളിസി അത് അല്ലേ? തന്നെ. നമ്മൾ തമ്മിൽ ഭയങ്കര മാച്ചിങ് ആണല്ലേ. മറ്റൊരു കാര്യം ചെയ്യും. എന്ത് കാര്യം? അളിയൻ ധൈര്യം മറ്റേ ഓട്ടോയിലോട്ട് കയറി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. എന്റെ പൈസ പൈസ ഒന്നും വേണ്ടല്ലേ, കൂളിംഗ് ഗ്ലാസ് പോയി. അല്ലേ? കേറി കേറി സിറ്റി മുഴുവൻ കറങ്ങാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓ, start ചെയ്തിട്ടുണ്ട്. ആരാ വന്നേ? നരേന്ദ്ര ആരാ വന്നേ? എന്താ? ആരെങ്കിലും ഒന്ന് പറ, ആരാ വന്നേ? ഇതാ കാർ എടുത്തില്ലെന്ന് വേണ്ട. ലീലാവതി, അയ്യോ സത്യം, അയ്യോ നരേന്ദ്ര കാറെടുത്തോ? അയ്യോ എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അയ്യോ എന്റെ കാറ്, അയ്യോ ഞങ്ങൾ കാറെടുത്ത്, ഞങ്ങളുടെ കാറ്, പുതിയ സെക്കൻഡ് ഹാൻഡ് കാറെടുത്ത്. അയ്യോ ചേട്ടാ, സാവിത്രി ചേച്ചി, അയ്യോ ഞങ്ങൾ കാറെടുത്ത്. അയ്യോ എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ. കാറ്, അയ്യോ കാറ്, എന്റെ കാറ്, അയ്യോ ചക്കര കാറ്, അയ്യോ അയ്യോ ഞാൻ കയറട്ടെ? അല്ലെങ്കിൽ വേണ്ട, നരേന്ദ്രൻ കൂടെ വാ, നമുക്ക് കാറിൽ കറങ്ങി നിനക്ക് ഓടിക്കാറില്ലല്ലോ. അയ്യോ എനിക്ക് ഓടിക്കറിഞ്ഞൂടെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിനക്കറിയോ? നിനക്ക്? അയ്യോ ഇല്ലേ, ഞാൻ എന്ത് ചെയ്യും? അയ്യോ ആർക്കും അറിഞ്ഞൂടാ. അയ്യോ എന്റെ കാറ്, എന്റെ കാറ്. അയ്യോ എനിക്കിപ്പോ ഡ്രൈവിംഗ് പഠിക്കണം, എനിക്കിപ്പോ പഠിക്കണം.